ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മളൊന്ന് സംസാരിക്കുന്നത് നിങ്ങളുടെയൊക്കെ വീട്ടിലെ ചിത്രം വരയ്ക്കുന്ന കുട്ടികളുണ്ടാവാം. അവർ ചിത്രം വരയ്ക്കുന്ന സമയത്ത് പല ആളുകളും അവർ അടുത്ത് ചെന്ന് നിന്ന് അവർ ചെയ്യുന്ന വർക്കിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടും അല്ലെങ്കിൽ അവരെ പല രീതിയിൽ ശല്യം ചെയ്തുകൊണ്ടും നമ്മൾ പോകുന്നൊരു പ്രവണത പല ആളുകളിലും കണ്ടിട്ടുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യം ആണ് സംസാരിക്കുന്നത്. ആ കുട്ടികൾ എന്ത് ചിത്രം വരയ്ക്കുകയാണെങ്കിലും ആ ചിത്രം വരച്ച് കഴിയുന്നതോടുകൂടി പ്രകൃതിയിൽ അവരെ കൈകൊണ്ട് വരയ്ക്കുന്ന ചിത്രം ആദ്യമായി സൃഷ്ടിക്കപ്പെടുകയാണ്. അപ്പം അതിൻ്റെ ക്രെഡിറ്റ് ആ കുട്ടികൾക്കാണ്. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. മറ്റൊന്ന്, എല്ലാ ആളുകളിലും ചിത്രം വരയ്ക്കാനുള്ള കഴിവുണ്ടായിരിക്കാം, പക്ഷേ അത് പുറത്തേക്ക് വരുന്നില്ല എന്ന് മാത്രം. അത് പല കാരണങ്ങളുണ്ട്. അത് നമ്മൾ വിശദമായിട്ട് മറ്റൊരു വീഡിയോസിൽ സംസാരിക്കാം. ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ വരയ്ക്കാൻ പോകുന്ന കുട്ടികൾ അത്രയും ഇഷ്ടപ്പെട്ടുകൊണ്ട് അത്രയും സമയം കണ്ടെത്തിക്കൊണ്ട് അല്ലേ അവർ വരയ്ക്കാൻ ഒരുങ്ങുകയാണ്. ആ സമയത്ത് നമ്മൾ അവരുടെ അടുത്ത് അവരുടെ മനസ്സിലൊരു ആശയം ഉണ്ടായിരിക്കും, വരയ്ക്കാനുള്ളൊരു ആശയം ഉണ്ടായിരിക്കാം. ആ ആശയത്തെ അവർ പേപ്പറിലേക്ക് പകർത്താനാണ് ശ്രമിക്കുന്നത്. ആ സമയത്ത് നിങ്ങൾ ചെന്നിട്ട് പുറകിൽ ചെന്നിട്ട് അവരെ ശല്യം ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ വർക്കിന് അത് ശരിക്ക് ദോഷം ചെയ്യും. ഈ ശല്യം ചെയ്യാൻ പോകുന്ന ആളുകളൊന്ന് ചിന്തിക്കുക, നിങ്ങൾക്കും അതുപോലെ വരയ്ക്കാൻ കഴിയും, എന്തുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്നില്ല? അത് നിങ്ങൾ ചിന്തിക്കുന്നില്ല. നിങ്ങൾ ചെയ്യുന്ന എന്താ, ആ കുട്ടി വരയ്ക്കുന്ന വർക്കിനെ ശല്യപ്പെടുത്തുക, പരമാവധി ശല്യപ്പെടുത്തിക്കൊണ്ട് ആ വർക്കിനെ തടസ്സപ്പെടുത്തുക. ഇതൊക്കെയാണ് നിങ്ങൾ പലപ്പോഴും പല ആളുകളും ചെയ്തു വന്നുള്ളത്. പക്ഷെ ആ കുട്ടി ചെയ്യുന്ന സമയത്ത് ഒരു വർക്ക് കൃത്യമായിട്ട് സ്കെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഉപയോഗിക്കുന്ന പഠിച്ച ആളുകളല്ല ഞാൻ പറഞ്ഞു, പഠിക്കാത്ത ആളുകളെ ഞാൻ പറയുന്നത്. പ്രൊഫഷണലായിട്ട് പഠിച്ച ആളുകൾക്ക് എങ്ങനെയാണ് അത് കൺട്രോൾ ചെയ്ത് പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ അറിയാം. പഠിക്കാത്ത ആളുകളെ കാര്യം ഞാൻ പറഞ്ഞത്. അവരൊരു പക്ഷേ പഠിക്കാത്ത ആളുകൾ ഒരു പക്ഷേ പെയിൻറ് യൂസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും അവരുടെ കൈയിൻ്റെ മുകളിൽ, ഡ്രസ്സിൻ്റെ മുകളിൽ, ഉപയോഗിക്കുന്ന പേപ്പറിൻ്റെ പല ഭാഗങ്ങളിൽ, ഉപയോഗിക്കാതിരിക്കുന്ന പ്രതലത്തിൽ, ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ആകേണ്ട പെയിൻറ് അവിടെ ഇവിടെ ഒക്കെ ടച്ച് ചെയ്ത് അത് വൃത്തിയോടൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അത്ര ഇത് കാണുന്ന സമയത്ത് വീട്ടിലുള്ള മറ്റുള്ള ആളുകൾ അവരെ ചീത്ത പറയാറുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ആ കുട്ടികൾക്ക് അത് അറിയൂ, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ അവരെ ചീത്ത പറയുന്നതിന് ബദല് അവർക്ക് കൃത്യമായ ഒരു ട്രെയിനിങ് കൊടുക്കാമെന്ന് ശ്രമിച്ചു നോക്കൂ. അവരായിരിക്കും ഏറ്റവും ബെറ്ററായിട്ട് വരയ്ക്കുന്ന, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഡിസിപ്ലിനോട് കൂടി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന മക്കളായി മാറുക. അത് നമ്മൾ ചെയ്യാണ്ട് ആ കുട്ടികളെ നമ്മൾ ചീത്ത പറഞ്ഞാൽ എന്താ കാര്യമുള്ള? ഒരുപാട് കോഴ്സുകൾ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ട് പൊതുവെ ഉണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു കോഴ്സ് ആ കുട്ടിയെ കൊടുക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ വിഷയം അവിടെ വരുന്നില്ല. അവർക്ക് നല്ല രീതിയിൽ അവരുടെ മെറ്റീരിയൽസ് സൂക്ഷിക്കാനും എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള കാര്യവും കൃത്യമായിട്ട് അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ അത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാണ്ട് അവർ ചീത്ത പറയും, ഇതൊക്കെ ചെയ്യുന്നത് ശരിയാണോ എന്ന് നിങ്ങളൊന്ന് സ്വയം ചിന്തിക്കുക. പലപ്പോഴും ചില കുട്ടികൾ പഠനത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് പുറകോട്ടായിരിക്കും. സ്കൂളിലേക്കൊക്കെ പഠിക്കേണ്ട കാര്യത്തിൽ വളരെ പുറകോട്ടായി കാണാറുണ്ട്. അവർക്ക് ഈ ഡ്രോയിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രം കൂടുതൽ താല്പര്യം കൊടുക്കുന്ന കുട്ടികളുണ്ട്. പഠനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ചിത്രം വരയുടെ കാര്യത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോകുന്ന കുട്ടികളുണ്ട്. അത്തരം കുട്ടികളോട് നിങ്ങൾക്ക് അത് അവരുടെ ആ ഒരു ഇതിൻ്റെ അത് അറിയാത്തതുകൊണ്ടുള്ളൊരു വിഷയമാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, സ്കൂളിലേക്ക് നമ്മൾ പഠിക്കുന്നത് പോലെ തന്നെ ഒരു സമയം കണ്ടെത്തിക്കൊണ്ട് മാത്രം ചിത്രം വരയെ സമീപിക്കുക എന്നുള്ളൊരു നിലപാടിലേക്ക് പോവുക. അത് നിങ്ങൾ രക്ഷിതാക്കൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആധികാരികത പറഞ്ഞു കൊടുക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നല്ല മോട്ടിവേഷൻ ക്ലാസ്സുകൾ ലഭിക്കും. ഡ്രോയിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അത്തരം ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ലെങ്കിൽ മാത്രം. അപ്പോൾ ആ രീതിയിൽ അവർക്ക് നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ പഠനവും അതോടൊപ്പം തന്നെ അവരുടെ ഈ ഹോബിയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും.
രക്ഷിതാക്കൾ പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യം, ഈ കുട്ടി വീട്ടിലിരുന്ന് വരച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത്രയും രീതിയിൽ വരയ്ക്കുന്നതോട് എന്താണ് ഗുണം എന്നുള്ള ചിന്താഗതി പല ആളുകളിലും ഉണ്ട്. നമ്മൾ സാധാരണ രീതിയിൽ സ്കൂളിലേക്ക് പഠിക്കുന്നത് സമയത്ത് അതിനകത്തേക്ക് വരുന്ന പല കാര്യങ്ങളും ഈ ഡ്രോയിങ്ങിലൂടെ ചെയ്തെടുക്കാൻ കഴിയും. മാത്രമല്ല അത് അയാളുടെ ഒരു ഭാവിയിലേക്കുള്ള ഒരു കടന്നുകയറ്റം കൂടിയാണ്. ഏത് രീതിയിൽ വേണമെങ്കിൽ അയാൾക്ക് ഈ ചിത്രകലയെ ഉപയോഗപ്പെടുത്താൻ കഴിയും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ഒരു വീട്ടിനകത്ത് എല്ലാ മക്കളും ഒരേപോലെ വരയ്ക്കില്ല, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ എല്ലാവരും ഒരേപോലെ പഠിക്കില്ല. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം നിങ്ങളുടെ മക്കൾ ആ രീതിയിൽ നല്ല രീതിയിൽ വരയ്ക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കുക. അവർ വർക്ക് ചെയ്യുന്ന സമയത്ത് അവരെ നിരുത്സാഹപ്പെടുത്താണ്ടിരിക്കുക. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ്, ഒരു ടിപ്സാണ് ഞാൻ പറഞ്ഞിരുന്നത്. സ്കൂളിലേക്ക് ഒരു പഠിക്കുന്ന സമയത്ത് അതോടൊപ്പം ഇതിനു വേണ്ടി ഒരു നിശ്ചിത ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുക. ഡ്രോയിങ്ങിന് നിനക്ക് ഇന്ന ടൈമാണ്, ഇന്ന ദിവസം, ഇത് എല്ലാ ദിവസവും ഇത്ര ടൈം നീ ഡ്രോയിങ് ചെയ്തോ എന്ന് പറയാം. അങ്ങനെ ആകുമ്പോൾ കുട്ടിയുടെ മനസ്സിലത് കയറിക്കൂടും. സ്വാഭാവികമായിട്ട് ആ ഒരു ടൈം ആകുമ്പോൾ കുട്ടിക്ക് വരയ്ക്കാൻ തോന്നും. ആ ടൈം ആകുമ്പോൾ കുട്ടി കറക്റ്റായിട്ട് ആ വർക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യും. അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത പിറ്റേ ദിവസമായിരിക്കും ചെയ്യുക. ആ രീതിയിൽ ഫോളോ ചെയ്താൽ കുഴപ്പമില്ല. അതല്ല മറ്റു രീതി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഒഴിവുള്ള ദിവസങ്ങളിൽ മാത്രം പറയാം, അതായത് ഇത്ര ടൈം നീ വരച്ചോ, നിനക്ക് ഇഷ്ടമുള്ള പോലെ വരച്ചോ എന്നുള്ളൊരു പെർമിഷൻ കൊടുക്കുക. അങ്ങനെ നമ്മൾ കുട്ടികൾക്ക് ആ വർക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും. എന്ത് നമ്മൾ ചെയ്യുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ളൊരു പോയിന്റ്, ഒരു കുട്ടി ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ വർക്ക് പരിപൂർണമായിട്ടും പൂർത്തീകരിക്കാൻ ശ്രമിക്കുക. അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. കാരണം നമ്മൾ ഒരു വർക്ക് നമ്മൾ ഇന്ന് ചെയ്ത് അതിൻ്റെ കണ്ടിന്യൂറ്റി നെക്സ്റ്റ് ദിവസം ചെയ്യുമ്പോൾ ഇന്ന് ചെയ്യുന്ന ആ ഒരു സ്പിരിറ്റ് ആയിരിക്കില്ല പിറ്റേ ദിവസം ചെയ്യുമ്പോൾ കിട്ടുക. അപ്പോൾ പരമാവധി കുട്ടികളോട് പറയാം, ഇത്ര ടൈം നിനക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്, അതിനുള്ളിൽ നീ ഒരു വർക്ക് ഫിനിഷ് ചെയ്യുക. ഇപ്പോൾ ബേസിക്കലി ഉള്ള ഡ്രോയിങ് ആണ് ചെയ്യുന്നതെങ്കിൽ അത് മാത്രം ചെയ്താൽ, കളറിങ് വേണമെന്ന് നിർബന്ധമില്ല, അത് മാത്രം ചെയ്യുക. ഈ കളറിങ് എല്ലാം കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ടൈം കൊടുക്കുക, ഏകദേശം 1 hour ഒക്കെ കൊടുക്കുക നിങ്ങൾക്ക്. ആ ടൈമിൽ പരമാവധി 1 hour തന്നെ മക്കൾക്കൊക്കെ വർക്ക് ചെയ്യാവുന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ആ ഒരു മണിക്കൂറിനുള്ളിൽ അവരെ ചെന്ന് ശല്യപ്പെടുത്താണ്ടിരിക്കുക. പിന്നെ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ, കുറച്ച് പച്ചവെള്ളം, കുടിക്കാനുള്ള വെള്ളം, ചുക്കുവെള്ളം എന്താ വെച്ചാൽ നിങ്ങൾക്ക് അത് കൊടുക്കാം. അവർക്ക് നല്ല തുറസായ സ്ഥലം കൊടുക്കുക. കൂടുതൽ ശബ്ദ മലിനീകരണം ഇല്ലാത്തെന്ന് വെച്ചാൽ ശബ്ദ കോലാഹലമൊന്നും ഇല്ലാത്ത രീതിയിലുള്ള നല്ലൊരു സ്പേസ് അവർക്ക് കൊടുക്കുക. അവർ സ്വസ്ഥമായിട്ടിരുന്ന് വരയ്ക്കട്ടെ. നമ്മൾ ആ സമയങ്ങളിൽ അവർ ചെന്ന് ശല്യപ്പെടുത്താണ്ടിരിക്കുക. ചില വീടുകളിൽ ചെയ്യുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഈ മക്കൾ ഇതുപോലെ വരയ്ക്കാൻ ഇരിക്കുന്ന സമയത്തായിരിക്കും TV നല്ല ശബ്ദത്തിലുള്ള സീരിയലൊക്കെ കണ്ട് വയ്ക്കും. പക്ഷെ അത് ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഇഷ്ടമാവും, ചില കുട്ടികൾക്ക് വളരെ നെഗറ്റീവ് ഇതാണ് കാണിക്കുക. അപ്പം നിങ്ങൾക്ക് അങ്ങനെ അവരെ ശല്യപ്പെടുത്താത്ത രീതിയിൽ പോകണം എന്നുണ്ടെങ്കിൽ അവർക്ക് പാട്ടൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതുപോലെ നല്ല പാട്ടൊക്കെ അവർക്ക് വെച്ചു കൊടുക്കുക. പാട്ടൊക്കെ കേട്ട് അവർ വരയ്ക്കട്ടെ. നമ്മൾ അവർക്ക് വേണ്ടി സഹായങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്തു കൊടുക്കുക. കുട്ടികൾ പലപ്പോഴും ചില കുട്ടികൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത് മറ്റുള്ള കുട്ടികൾ ചെന്നിങ്ങനെ വട്ടം അളഞ്ഞു നിൽക്കുന്നൊരു പരിപാടി ഉണ്ട്, കൂട്ടം കൂടി നിൽക്കുന്നൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അത് ചില കുട്ടികൾക്ക് വരയ്ക്കുന്നവർക്ക് ഇഷ്ടമായിരിക്കാം, അല്ലാത്ത ആളുകൾക്ക് ഉണ്ടെങ്കിൽ അവരെ പ്രവൃത്തി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അത്ര സന്ദർഭങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. മക്കൾക്ക് നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. പിന്നെ അവർക്ക് വാങ്ങിക്കൊടുക്കുന്ന മെറ്റീരിയൽസ് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളതിലുള്ള എന്തെങ്കിലും മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് അവർ ചെയ്യാണ്ട് നല്ല അതിൻ്റെ പ്രൊഫഷണലായിട്ടുള്ള രീതിയിലുള്ള മെറ്റീരിയൽസിനെ വാങ്ങിക്കൊടുക്കാൻ ശ്രമിക്കുക. വർക്ക് ചെയ്യുന്ന ഓരോ വർക്കിലും കൃത്യമായിട്ട് ഡേറ്റ് ഇട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കുക. പിന്നെ അതിനകത്തുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യേണ്ട ഡിസിപ്ലിൻ ഒക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ നല്ലൊരു ടീച്ചേഴ്സിൻ്റെ അടുത്ത് സമീപിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഈ രീതിയിലൊക്കെ നിങ്ങൾ മക്കൾക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും കഴിയും. അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റുള്ള പഠനത്തെ അവർക്ക് ഗുണകരമായ വിധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ടൈം നമ്മൾ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഗുണം കൂടിയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും കൂടുതൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.